നമസ്കാരം. IPL വെറും 2 സീസണിന് രാജസ്ഥാൻ റോയൽസ് അടിമുടി മാറി എന്ന് പറയാം. 2 സീസൺ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ അധപതനവും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും അവസാനമായി ക്യാപ്റ്റനും മലയാളി സൂപ്പർ താരവുമായിട്ടുള്ള സഞ്ജു സാംസണും ടീമും വിട്ടതോടെ തന്നെയുള്ള റോയൽസ് തീർത്തും പുതിയ ടീമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തുടക്കം? ദ്രാവിഡ് എന്നിവരുടെ കോച്ചായി മാറിയോ? ദ്രാവിഡ് എന്നാണ് ഇവരുടെ മേലൊരു കൈ വെച്ചതോ? അന്നു മുതൽ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. 2024 IPL പ്ലേ ഓഫിലെത്തിയ റോയൽസ് കഴിഞ്ഞ തവണ 9ാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഇത്ര ദയനീയമായൊരു വീഴ്ച ശരിക്കും പറഞ്ഞാൽ റോയൽസ് ഒട്ടും തന്നെ പ്രതീക്ഷിതമായിരിക്കില്ല എന്നുകൂടി പറയണം. പക്ഷേ സീസണിന് മുൻപ് തന്നെ ടീമിന് വരാനിരിക്കുന്ന വലിയൊരു ആപത്തിനെ കുറിച്ച് പലരും നേരത്തെ തന്നെ പ്രവചിക്കുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത വിഷയമാണ്. കാരണം ടീം ബാലൻസിലെ അപാകതകൾ തന്നെയായിരുന്നു ഇതിന്റെ കാരണം എന്ന് തന്നെ പറയാം. റോയൽസിന്റെ ഈ വൻ തകർച്ചയുടെ പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് മുൻ കോച്ചായ രാഹുൽ ദ്രാവിഡ് തന്നെയാണ്. ഇപ്പോൾ സംഘകാര കോച്ചിന്റെ ടീമിലേക്ക് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കോച്ചിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ മുൻ കോച്ച് നമുക്ക് പറയേണ്ടി വരും. എങ്ങനെയാണ് അദ്ദേഹം ടീമിനെ ഇപ്പോൾ കാണുന്ന മോശം അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. IPLന്റെ 2024 സീസണിന് ശേഷമാണ് രാജസ്ഥാൻ റോയൽസ് കോച്ചായി രാഹുൽ ദ്രാവിഡ് സ്ഥാനമേറ്റതെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. ഇതേ വർഷം ICC T20 ലോകകപ്പിൽ തന്നെ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കാൻ അദ്ദേഹത്തിന് ആയിട്ടുണ്ടായിരുന്നു. അതിന് കയ്യടി നേടുകയും ചെയ്തു. ദ്രാവിഡ് വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ എല്ലാവരും അതിനെക്കുറിച്ച് എഴുതി. അതുകൊണ്ട് തന്നെ ദ്രാവിഡിന്റെ വരവ് റോയൽസ് ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുകയും ഇനി അങ്ങോട്ട് രാജസ്ഥാൻ തന്നെ ആയിരിക്കും എന്നും ജയിക്കാൻ പോകുന്നത് എന്ന് വരെ എല്ലാവരും പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഫാൻസ് കൂടുകയും ചെയ്തു. പക്ഷെ ടീമിന്റെ ഉയർച്ചയ്ക്കല്ല, മറിച്ച് തകർച്ചയ്ക്കാണ് അദ്ദേഹം കാരണക്കാരനായി മാറിയത് എന്ന് പിന്നീട് മനസ്സിലായി. 2024 IPL വരെ കണ്ട റോയൽസിന്റെ സൂപ്പർ ടീമിനെ ദ്രാവിഡ് പൊളിച്ചടുക്കുകയായിരുന്നു ചെയ്തത്. മെഗാലയലത്തിന് ശേഷം, അതായത് കഴിഞ്ഞ വർഷത്തെ മെഗാലയലത്തിന് ശേഷം മുന്നോടിയായി തന്നെ ചില സുപ്രധാന തീരുമാനങ്ങൾ അദ്ദേഹത്തിന് എടുക്കേണ്ടത് ആവശ്യമായി വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എടുക്കേണ്ട തീരുമാനം വന്നപ്പോൾ റോയൽസ് ആകെ ഫ്ലോപ്പായി പോയി. റോയൽസ് ടീമിന്റെ നെടുന്തൂണുകളെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന നായകൻ സഞ്ജു സാംസണിനോടൊപ്പം തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് സൂപ്പർ താരം ജോസ് ബട്ട്ലറും ന്യൂസിലൻഡ് സ്റ്റാർ പേസറായ ട്രെന്റ് ബോൾട്ടും ഇന്ത്യൻ സൂപ്പർ സ്പിൻ ജോഡികളായിട്ടുള്ള യുസ്വേന്ദ്ര ചഹലും അശ്വിനും ഒക്കെ ആയിരുന്നു നമുക്ക് താരതമ്യപ്പെടുത്തേണ്ടി വന്നത്. എന്നാൽ ഈ സൂപ്പർ 5ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 പേരെയും റോയൽസ് പുറത്താക്കി എന്നതാണ് അമ്പരിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകും. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനെ മാത്രം നിലനിർത്തിയ റോയൽസ് ബട്ട്ലർ, ബോൾട്ട്, ചഹൽ, അശ്വിൻ എന്നീ 4 മാച്ച് വിന്നർമാരെയും ഒഴിവാക്കുകയും ചെയ്തത് വളരെയധികം കഷ്ടമായി പോയി. ക്രിക്കറ്റ് പണ്ഡിതരെയും ആരാധകരെയും എല്ലാം ഒരുപോലെ അമ്പരിപ്പിച്ചൊരു നീക്കം കൂടിയായിരുന്നു അത്. വളരെയധികം സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ചെസ് ബോർഡ് നീക്കം എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ കോച്ച് ദ്രാവിഡിന്റെ നിർണായക റോൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കരിയറിന്റെ അവസാനത്തോട് അടുത്ത അശ്വിനെ കൈവിട്ടാലും ബട്ട്ലർ, ബോൾട്ട്, ചഹൽ എന്നിവരെ ഉറപ്പായും ടീമിൽ വേണ്ടതായിരുന്നു. അവരെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൈവിട്ട് ദ്രാവിഡ് പുതിയൊരു ടീമിനെ പടുത്തുയർത്താൻ ശ്രമിച്ചു. പക്ഷേ ഈ നീക്കം ദയനീയമായി പരാജയപ്പെടുകയും ഫ്ലോപ്പ് ആവുകയും ചെയ്തു.